സുപ്രീം കോടതി വിധിയുമായാണ് ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള വിശ്വാസികൾ ഈ മംഗലഡാം പരിസരത്തുള്ള മംഗലഡാം അതുപോലെ തന്നെ എരിക്കുംചിറ ചെറുകുന്നം പള്ളികൾ ഏറ്റെടുക്കാൻ വേണ്ടി എത്തിയത്. പക്ഷേ ഇവിടെയുള്ള യാക്കോബായ വിശ്വാസികളുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ ഇവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വിശ്വാസികൾ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിശ്വാസികൾ ഇവിടെ ഈ ചെറുകുന്നം പള്ളിക്ക് മുമ്പിലെല്ലാം ഇവർ കൂട്ടമായി എത്തി ഇവിടെ പ്രതിഷേധിക്കുകയായിരുന്നു. ആരും തന്നെ ഈ പള്ളി ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വിശ്വാസികൾ കടന്നു. പോലീസ് പലതവണ ഇവരെല്ലാം ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. ടിയർ ഗ്യാസ് ഉൾപ്പെടെ പോലീസ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇതിനൊന്നും വഴങ്ങാതെ പ്രതിഷേധക്കാർ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. ഇതിനിടയിൽ ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത യാക്കോബായ വിഭാഗത്തിലെ പുരോഹിതൻ തളർന്നു വീഴുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, നിരവധി വനിതകൾ ഉൾപ്പെടെ യാക്കോബായ വിഭാഗത്തിലുള്ള നിരവധി ആളുകളാണ് ഈ ചെറുകുന്നം പള്ളിക്ക് തൊട്ട് മുമ്പിൽ ഇവിടെ ഈ പ്രതിഷേധിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് പ്രതിഷേധം ഉണ്ടായാലും എന്ത് അറസ്റ്റ് ഉണ്ടായാലും ഇവിടുന്ന് മാറില്ല. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഇവിടുന്ന് മാറൂല. കൊല്ലുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൊന്നേച്ച് ഇവിടെ അടക്കി വെച്ച് പൊക്കോളൂ. അവര് ഞങ്ങൾ മാറൂല. ഞങ്ങൾ അത്രമാത്രം ക്ഷമിച്ചിട്ടുണ്ട്. എന്തെല്ലാം കോംപ്രമൈസ് ഞങ്ങൾ വെച്ചു. നമുക്ക് ഒന്നിച്ച് പോവാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേണ്ടെങ്കിൽ രണ്ടെങ്കിൽ രണ്ട്, അങ്ങനെ നമുക്ക് പോവാം. പക്ഷെ അവരൊന്നും തയ്യാറില്ല. ഞങ്ങൾക്ക് ഇത് മൊത്തം കിട്ടണം പറഞ്ഞിരുന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ കാരണന്മാരെ ഇവിടെ അടക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വരണ്ടേ? ഞങ്ങൾക്ക് ഇവിടെ ആരാധന നടത്തണ്ടേ? ഞങ്ങളുടെ ശവസംസ്കാരം ഇവിടെ നടത്തണ്ടേ? മരിച്ചുപോയവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് വരണ്ടേ? ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ടേ? ഒരുപാട് യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് വിശ്വാസികൾ ഇവിടേക്ക് എത്തി പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പ്രതിഷേധങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഇടപെടൽ വന്നാലും ഇവിടെ നിന്ന് മാറിപ്പോകില്ല. എന്ത് നടപടി എടുത്താലും ഇനിയിപ്പോൾ ഒരു ഫോഴ്സിനെ ഉപയോഗിച്ച് വെടിവെക്കുകയെ ഞങ്ങൾ മരണം വരെ ഇതിനകത്ത് ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്. മരിച്ചു വീണാലും ഞങ്ങൾ ഇവിടുന്ന് മാറാൻ തയ്യാറല്ല. കാരണം ഞങ്ങളുടെ ഈ പള്ളിയിലാണ് മരിച്ചു വീണ് കഴിഞ്ഞാൽ ഈ പള്ളിയിൽ തന്നെയാണ് ഞങ്ങളുടെ ശവക്കോട്ടയിൽ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, സുപ്രീം കോടതി വിധി പ്രകാരം കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ഇങ്ങനെയൊരു പള്ളി ഇല്ല. അതായത് സുപ്രീം കോടതി വിധിയിൽ വടക്കഞ്ചേരി പള്ളിക്കാണ് കേസുള്ളൂ. വടക്കഞ്ചേരി പഞ്ചായത്തിലുള്ള പള്ളിക്കാണ് കേസുള്ളൂ. ഇത് നമ്മുടെ കിഴക്കഞ്ചേരി പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലുള്ള പള്ളിയിലേക്ക് കേസില്ലാത്തതാണ്. പിന്നെ എന്തുകൊണ്ട് ഇവർ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. സുപ്രീം കോടതി വിധിയിൽ അവരെഴുതി കൊടുത്തത് 1064 പള്ളി ലിസ്റ്റാണ്. ആ 1064 പള്ളി ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ചെറുകുന്നം പള്ളി വടക്കഞ്ചേരി പഞ്ചായത്തിലാണ്. ചെറുകുന്നം പള്ളി 1951 മുതൽ 1999 ആഡിയോ കസ്റ്റഡി എടുക്കുന്നത് വരെ ഇത് യാക്കോബായി വിശ്വാസത്തിൽ മാത്രം പോയ പള്ളിയാണ്. 1999 ഞങ്ങളുടെ ബിഷപ്പായിരുന്ന യുഹാനൻ മോർ മിലിത്യോസ് എന്ന പേരുള്ള അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലേക്ക് കൂറുമാറുകയും ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പള്ളി ആദ്യമായി അറസ്റ്റ് നേരിടേണ്ടി വന്നാലും ഇവിടെ നിന്ന് മാറില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ ഞങ്ങൾ അവസാനത്തെ തുള്ളി രക്തം വരെയും ഈ അവകാശത്തിന് വേണ്ടി രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങൾക്ക് ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടും. ഇവിടെയുള്ള പ്രതിഷേധിക്കുന്ന യാക്കോബായ വിഭാഗത്തിലുള്ള വിശ്വാസികളുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തൊക്കെ ഒരു നടപടി വന്നാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബലം പ്രയോഗിച്ചുള്ള നടപടികൾ വന്നാലും തങ്ങൾ ഇവിടെ നിന്ന് പിന്മാറിപ്പോവില്ല. ഇത് തങ്ങളുടെ മുൻ തലമുറക്കാർ നിർമ്മിച്ചുള്ള പള്ളിയാണ്, ഇത് തങ്ങൾക്ക് അവകാശപ്പെട്ട പള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ടുള്ള വിശ്വാസികൾ ഇവിടെ ഈ ചെറുകുന്നം പള്ളിയുടെ മുമ്പിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. പോലീസ് നിരവധി തവണ ഇവരോട് സംസാരിച്ച് ചർച്ച ചെയ്ത് അനുനയിപ്പിച്ച് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു. പിന്നീട് ബലം പ്രയോഗിച്ച് ഇവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു. ടിയർ ഗ്യാസ് ഉൾപ്പെടെ പ്രയോഗിച്ചു. പക്ഷേ ഇവിടെ നിന്ന് പ്രതിഷേധക്കാർ ഒഴിഞ്ഞു പോകാൻ തയ്യാറാവാത്തതോടുകൂടി പോലീസ് ഇവിടെ നിന്ന് നിലവിൽ പിൻവാങ്ങിയിരിക്കുകയാണ്. ഇനി സർക്കാർ തീരുമാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഹൈക്കോടതി തീരുമാനത്തിനനുസരിച്ച് മറ്റ് നടപടികൾ സ്വീകരിക്കാമെന്നാണ് നിലവിൽ പോലീസും അതുപോലെ തന്നെ ഇവിടെ എത്തി ഈ പ്രതിഷേധക്കാരുമായി സംസാരിച്ചിട്ടുള്ള ആലത്തൂരിലെ ഭൂരേഖ തഹസിൽദാർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.